സുനിൽ ശർമ്മ ഇവിടെയുണ്ട്. എന്താ അവന്റെ ഉദ്ദേശം? അവന് മാനസയെ വിട്ടുകിട്ടണം. മാനസയുടെ വയറ്റിലുള്ളത് അവന്റെ കുഞ്ഞാണെന്ന് അവൻ പറയുന്നത്. എന്താ മോനെ? നമ്മൾ കരുതുന്നതിലും സീരിയസ് ആണ് സൂര്യ കാര്യങ്ങൾ. സുനിലിനോട് താൻ സംസാരിച്ചോ? സംസാരിച്ചു. ആള് അല്പം ഫ്രോഡാണെന്ന് സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും സൂര്യ. മാനസയോട് ഞാൻ സംസാരിച്ചു, പക്ഷെ അവളൊന്നും വിട്ടു പറയുന്നില്ല സൂര്യ. അപ്പോ ഇതിന് പിന്നിൽ എന്തോ ഉണ്ട് ഭാവന. അവൻ മാറി നിന്ന് എന്തിനാണെന്ന് പറഞ്ഞോ? അവൻ ദേശാടനത്തിലായിരുന്നു. കാഷായമാണ് വേഷം. എങ്കിലവൻ ഫ്രോഡ് തന്നെ ഭാവന. ഇവനെ പോലെയുള്ളവരെ പരിശുദ്ധ വേഷങ്ങളെ കളങ്കപ്പെടുത്തുന്നത്. എന്തായാലും ഇനി അവനെങ്ങനെ വിടരുത് സൂര്യ. ഞാൻ എന്തായാലും അവന്റെ അച്ഛനോടും അമ്മയോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അവരിപ്പോ വരും. അച്ഛന്? ആ, ഇവിടെ ഉണ്ട്. സുനിലിന്റെ അച്ഛനും അമ്മയും വന്ന ശേഷം എന്താ നോക്കിയിട്ട് ഞാൻ അങ്ങോട്ട് വരാം. ഞാനും കൂടി വേണ്ടതായിരുന്നു ഭാവന. അതെ സൂര്യ, പക്ഷെ പറ്റില്ലല്ലോ. എങ്കിലെല്ലാം പൊളിയും. ശരി, എത്രയും പെട്ടെന്ന് താൻ വരാൻ നോക്ക്. ശരി സൂര്യ. എന്താ മോനെ അവളെന്താ പറഞ്ഞത്? സുനിലിന്റെ അച്ഛനമ്മമാര് വന്നോണ്ടിരിക്കുകയാണെന്ന്. അവരോട് വന്നിട്ട് തീരുമാനിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. മാനസയും അവനും തമ്മിലുള്ള ബന്ധം അത്ര നിസ്സാരമല്ല സൂര്യ. അതുകൊണ്ടാ അവൻ ഇത്ര ധൈര്യത്തോടെ കേറി വന്നത്. അതെ, ഇതിപ്പോ കേട്ടെടുത്തോളം ആ ചെറുക്കൻ രണ്ടും കൽപ്പിച്ചോണ്ടാന്ന് തോന്നുന്നേ. ആരൊക്കെ ഇനി എന്തൊക്കെ കള്ളത്തരം കാണിച്ചാലും സത്യം മാത്രമേ ജയിക്കൂ ആന്റി. അല്പസമയം എടുത്താലും സത്യം തന്നെ ജയിക്കും. എന്താ അവന്റെ അടുത്ത പ്ലാൻ നോക്കിയിട്ട് വേണം എനിക്ക് എന്റേതായ വഴി നോക്കാൻ. അവൻ പോകുന്നതിന് മുമ്പ് അവന്റെ രണ്ടെണ്ണം പൊട്ടിക്കണം സൂര്യ. വരട്ടെ സേതുട്ടാ. ആദ്യം അവന്റെ വരവിന്റെ ഉദ്ദേശം എന്താ നോക്കട്ടെ.